മാണിക്യമംഗലത്തുകാരുടെ മുന്നിൽ മംഗലശ്ശേരിക്കാരെ ഒന്നടങ്കം നിർത്തി നീ നാണം കെടുത്തിയില്ലേ? ഞാനാണോ അത് ചെയ്തത്? നീ അല്ലാതെ പിന്നെ ആരാടി? ഞാൻ എന്തെങ്കിലും പറഞ്ഞതായി നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഏതോ ഒരു വക്കീലിനെ ഭീഷണിപ്പെടുത്തി ഒരു കഥ പറയിച്ചാൽ അത് സത്യമാവോ? ദിനേശനും പിന്നെ ഇവളും കൂടെ ചേർന്നല്ലേ അത് ചെയ്യിച്ചത്? അമ്മൂനെ എങ്ങനെ അതിന് കൂട്ടുപിടിക്കാനാവും കവിത? കഥ അറിയാതെ വേഷം കെട്ടി ആടുന്നവളായി ശ്രീദേവി. പ്ലീസ് മിണ്ടാതിരിക്കെ. അഡ്വക്കേറ്റ് പറഞ്ഞതൊക്കെ സത്യമാ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കാം. ഞാനൊരു വക്കീലിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു എന്നാ കവിത ആരോപിക്കുന്നത്. അത് നിയമം പഠിച്ചവനോട്. ഇനി മംഗലശ്ശേരിയിൽ നീ ഉണ്ടാവാൻ പാടില്ല. നിനക്കവിടെ നിന്നിറങ്ങാം. നിന്റേതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് എന്റെ വീട് ഒഴിഞ്ഞു തരണം. അതിപ്പ വേണം. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പൊടി. വേണ്ട മുത്തശ്ശ, അങ്ങനെയൊന്നും പറയരുത്. കവിത ചേച്ചി ഇറക്കി വിടരുത്. ഇനി ഇവളെ ഇവിടെ വെച്ച് വഴിക്കാൻ പറ്റില്ല. മുത്തശ്ശൻ കവിതച്ചോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്താക്കരുത് മുത്തശ്ശ. നീ കുറെ ദ്രോഹിച്ചിട്ടും ഇവള് പറയുന്നത് കേട്ടില്ലേ? ഇനി എന്നാടി നീ ഒരു സ്ത്രീയാവുന്നത്? ചേച്ചി, ചേച്ചി ഒന്ന്. ചേച്ചി, എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. നീ പോക്കോ. വാ അമ്മേ, വാ. വിഷമിക്കാതെ അമ്മേ.